ഉണ്ണിയമ്മേ തുമ്പടി വന്നു. ശ്രീ പ്രേംകുമാർ, ഇവിടെ ഇയാൾ കുറ്റവാളിയല്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് അസഭ്യ പ്രവാഹം ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്ത ഒരു പൗരൻ മാത്രമാണ്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. അയാളെ കള്ളക്കേസ് ചുമത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ വെച്ച് CCTVയുടെ മുമ്പിൽ വെച്ചും അല്ലാതെയും ഭേദ്യം ചെയ്യുന്നു. അതിനുശേഷം അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു. ആ കേസ് മജിസ്ട്രേറ്റ് മുമ്പിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ പിന്നീട് ഇയാൾ നിയമ നടപടിക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇയാളെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു. 20 ലക്ഷം വാഗ്ദാനം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അട്ടിമുട്ടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രശ്നവുമുണ്ട്. മുൻപ് പോലീസ് അതിക്രമങ്ങൾ പലതരത്തിൽ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ ജിൻഡോ ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഡിവൈഎഫ്ഐക്കാരെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏത് നിലയിലാണ് മർദ്ദിക്കപ്പെട്ടത് എന്ന്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇവിടെ മാതൃകാപരമായ നടപടിയെടുത്ത ആ ഉദ്യോഗസ്ഥരുടെ കുപ്പായം ഊരി വാങ്ങുക, കാക്കി ഊരി വാങ്ങുക എന്നുള്ളത് ഈ സംസ്ഥാനത്തിന്റെ ആകെ ആവശ്യമെന്നതുപോലെ സർക്കാരിന്റെ ആർജവത്തിന്റെയും ഇച്ഛാശക്തിയുടെയും കൂടി ഒരു അളവുകോലായി, അല്ലെങ്കിൽ അതിന്റെ തെളിവായി വരേണ്ട ഒരു കാര്യമല്ലേ അത്? ഉത്തരം പറ. അങ്ങനെ അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്താണെന്നറിയോ, നിയമസഭയിൽ തന്നെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി വെളിവാക്കിയതുപോലെ 1073 പോലീസുകാർക്കെതിരെയാണ് കേസുകൾ അല്ലെങ്കിൽ എന്താ പറയാ പരാതികൾ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ 2016 മുതൽ 24 വരെ. എന്നിട്ട് അതിന്റെ ഭാഗമായി 108 പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ 108 ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഭയങ്കരം തന്നെ. ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ സുജിത്തിന് നേരെ ഉണ്ടായ അക്രമത്തിന്റെ കേസിൽ പോലീസിലെ ശിക്ഷാ നടപടികൾ BJPയുടെ പ്രതിനിധി മാഷ് പറയുന്നത് ശരിയല്ല. ആദ്യത്തെ താക്കീതാണ്, രണ്ടാമത്തെ സസ്പെൻഷനിൽ വെക്കുക എന്നുള്ളതാണ്. അതല്ല ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ കേസിൽ 3ാം ലെയറിലുള്ള പണിഷ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അത് ഇൻക്രിമെന്റ് ബാർ ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. അതുകൊണ്ട് ആ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളിലെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ അതിഭീകരമായിട്ടുള്ള ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയുടെ ആൾക്കാർക്ക് പോലും വന്ന് നല്ലത് പറയാനുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതാണ്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പക്ഷെ നമുക്കറിയാം UPയിൽ എന്താ നടക്കുന്നുള്ളത്. ഒരാൾ ഭൂമി കയ്യേറി എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്തിൽ ബുൾഡോസറുകൾ വിട്ടിട്ട് ഒരു ഏരിയ മുഴുവൻ ഇടിച്ചു നിരത്തുകയാണ് ചെയ്യുന്നത്. ഗംഭീരമാണെന്ന് പറയുന്ന ആളുകളാണ് അതിനെയും അംഗീകരിക്കുന്നില്ല. കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെയും നമുക്ക് ഉത്തർപ്രദേശിലോ മറ്റൊരു സംസ്ഥാനത്തെയോ വെച്ച് തുലനം ചെയ്യാൻ കഴിയില്ല. ഉത്തർപ്രദേശിൽ അത് നടക്കുന്നില്ലേ, പിന്നെ കേരളത്തിൽ ഇത്രയെങ്കിലും നടക്കണ്ടേ എന്ന ന്യായത്തിലേക്ക് എത്താനും പറ്റില്ല. അതല്ല ഉദ്ദേശം, പറ്റില്ല. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ആ ഭീകരതകൾ അവിടെ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവരുടെ വളരെ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഇതിന്റെ ഇടയിലൂടെ ഒളിച്ചു കടത്തുന്നുള്ളതാണ്. ആഞ്ജനേയ സ്വാമി എന്ന് പറയാൻ നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് പോലീസ് നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷമാണ് താങ്കൾ പറഞ്ഞ ഈ എന്താ പറയാ 3ാം തലത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഇത് മഹാ കുറ്റകൃത്യമായി പോയി ഇപ്പൊ പിരിച്ചുവിട്ട് കളയും എന്ന് പോലീസിന് ബോധോദയം ഇപ്പൊ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അന്ന് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പോലീസ് ഫോഴ്സിൽ നിലനിൽക്കുന്ന കുറെ ലിമിറ്റേഷൻസ് അതിന്റെ അകത്തുണ്ട്. സത്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സാണ് കേരളത്തിലത്. ഏറ്റവും ഗംഭീരമായി തന്നെ കുറ്റാന്വേഷണങ്ങൾ നടത്തുന്ന ഏജൻസിയാണ്. അത് ഇലന്തൂർ കേസായിരുന്നാലും നമ്മുടെ എന്താ പറയുക ഓൺലൈൻ തട്ടിപ്പായിരുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ നമുക്ക് കാണാം. കേൾക്കാൻ നല്ല രസമുണ്ട്. BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ടോ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ് പ്രശ്നം എന്ന്. അത് ഒരു കാരണവശാലും ശരിയല്ല. മറ്റെല്ലാ ജീവനക്കാർക്കും ഉള്ളതുപോലെ സംഘടനാ സ്വാതന്ത്ര്യം പോലീസിനും ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ അത് LDF ആണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് ശരിയായ നിലപാടാണ്. മാത്രമല്ല ഈ കേസിൽ നിങ്ങൾക്ക് ഒരു കാരണവശാൽ ആ യുക്തി പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഈ ന്യൂമാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ വളരെ ക്ലിയർ ആയിട്ട് KSU പ്രവർത്തകനായിരുന്നു, KSUവിന്റെ ഭാരവാഹിയായിരുന്നു, പോലീസിൽ ചേരുന്നവരെ കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനൊന്നും ഇല്ലേ? ഒരു പോലീസുകാരനോ ഒരു സ്റ്റേഷനിലെ 3 പോലീസുകാരോ തോന്നിവാസം കാണിച്ചാൽ സ്റ്റേറ്റ് മുഴുവൻ അങ്ങനെയാണ്, മുഴുവൻ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു തരത്തിലും യുക്തിയല്ല. ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. ശരി, ജിൻഡോ ജോൺ എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം.
അഭിലാഷേ, ഒന്നാമത്തെ കാര്യം ഇവിടെ പ്രേംകുമാർ പറഞ്ഞത് മുൻപ് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സുജിത്തിന്റെ പരാതിയിൽ ഈ പോലീസുകാർക്കെതിരെ 3ാം ഘട്ട നടപടി എന്നുള്ള രീതിയിൽ എവിടെ പോണു അതിന്റെ ഡെപ്ത് അനുസരിച്ചിട്ട് 3ാം ഘട്ട നടപടി എന്നുള്ളതിൽ ഇൻക്രിമെന്റ് തടയുകയാണ് ചെയ്തത്. സസ്പെൻഷനും മേലെയുള്ള നടപടിയാണ് ഇൻക്രിമെന്റ് തടയൽ എന്നാണ് പ്രേംകുമാർ പറയുന്നത്. ഞാൻ ആ വാദം ഇങ്ങെടുക്കുക. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾ 3ാം ഘട്ട നടപടി എടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവരുടെ വധശ്രമം പോലുള്ള അതിക്രൂരമായ അക്രമ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ 2ാം ഘട്ട നടപടിയാണ് എടുക്കേണ്ടത്. സസ്പെൻഷൻ എന്ന് പറഞ്ഞ 2ാം തല നടപടിയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. 2 വർഷക്കാലം ഈ CCTV ദൃശ്യങ്ങൾ എവിടെയായിരുന്നു ഇരുന്നത് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? ആരാ ഒളിച്ചു വെച്ചതെന്ന് അറിയാൻ പറ്റുമോ? അവിടുത്തെ SHO അടക്കം മേലുദ്യോഗസ്ഥരടക്കം കണ്ടതല്ലേ ഈ CCTV ദൃശ്യങ്ങൾ? അത്തരത്തിൽ ഏതെങ്കിലും ഒരു നടപടി എടുത്തോ? സുജിത്ത് കോടതിയിൽ പോയതിനു ശേഷം കോടതി നിർദ്ദേശപ്രകാരമല്ലേ ഒരു ക്രിമിനൽ കേസ് പോലും എടുക്കുന്നത്? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇതിന് ആനുപാതികമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി കേസെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവരൊക്കെ കഴിഞ്ഞ 2 വർഷക്കാലം കഞ്ഞിപ്പശ മുക്കിയത് സുജിത്തിന്റെ അടക്കം നികുതി പണം കിട്ടിയ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ടാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇവിടെ സാധാരണക്കാരനെ കൊല്ലാൻ നോക്കുന്ന ഒരുത്തനും സർക്കാർ ഖജനാവിൽ നിന്ന് കഞ്ഞിപ്പശ മുക്കി കാക്കിയിട്ട് കവാത്ത് നടത്തണ്ട എന്നാണ് പൊതുബോധം. കേരളത്തിലെ സാമാന്യ ബോധമുള്ള സാധാരണക്കാരുടെ വികാരം. അതാണ് കോൺഗ്രസിനും പറയാനുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. ഈ സുജിത്തിനെ തല്ലിയ പോലീസുകാർക്ക് ഈ കാക്കിയുടെ അധിക ബലം ഊരി വെച്ചിട്ട് പൊതുസമൂഹത്തിൽ വന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ ഞങ്ങൾ ആ സുജിത്തിനെ തല്ലിയെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. അങ്ങനെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ അക്രമം കാണിക്കാനുള്ള അധിക ബലം നൽകുന്നത് രാഷ്ട്രീയ പിന്തുണയുണ്ട്, ഭരിക്കുന്ന സർക്കാരിന്റെ സംഘടനാപരമായിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് തന്നെ വിചാരിക്കണം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി നുഹ്മാൻ എന്ന് പറഞ്ഞ SI കോൺഗ്രസ്സുകാരനായിരുന്നു ഒരു SIയെ എന്തിനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM കാരനായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സർക്കാർ എന്തിനാ സംരക്ഷിക്കുന്നത്? എന്തിന് 2 വർഷക്കാലം കോൺഗ്രസ്സുകാരനെന്ന് നിങ്ങൾ പറയുന്ന നുഹ്മാന്റെ ഇടിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത്? കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, സാധാരണ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും മനുഷ്യാവകാശങ്ങൾ ഉറപ്പു നൽകാൻ പറ്റാത്ത ഒരു സേനയായിട്ട് ഇത് അധപ്പതിച്ചിരിക്കുക. 2016 മുതൽ 25 വരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ ഏകദേശം 800-ലധികം അക്രമ സംഭവങ്ങൾ പോലീസുകാരുടെ ഭാഗത്തു നിന്നായിട്ട് നടന്നു എന്നുള്ള പരാതികളുണ്ട്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. മൈക്കിനെതിരെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കൊന്ന് ഹൗളിംഗ് ഇട്ടാൽ മൈക്കിനെതിരെ പോലീസ് ജീപ്പിന് വട്ടം ചാടി വന്നാൽ ഫുട്ബോളിനെതിരെ വരെ കേസെടുക്കാൻ ആർജവം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ 2 വർഷക്കാലം ഈ ദൃശ്യങ്ങൾ മൂടി വെച്ച് സംരക്ഷിച്ചത് എന്തിന്റെ പേരിലാണെന്ന് പറയണ്ടേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇവിടെ അക്രമികൾക്കെതിരെ നടപടിയെടുത്താൽ ആത്മവീര്യം ചോർന്നു പോകുമെങ്കിൽ അങ്ങനെ ആത്മവീര്യം കാക്കിപ്പാൻഡിൽ ഊർന്നു പോകുന്നവൻ ഒറ്റ ഒരുത്തനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വേണ്ടാന്നേ. ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അങ്ങനെ ഒരുത്തനും സല്യൂട്ട് അടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അങ്ങനെ ഒരാൾക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ ഒന്നും പൊതുഖജനാവിലെ പണം എടുക്കാൻ പാടില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അക്രമികൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ പേടിക്കുമ്പോൾ അവർ ആത്മവീര്യം ചോർന്നു പോകുമെന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ പോലീസ് മാതൃകയല്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.